ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് MS വേർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പവർ പോയിന്റിൻ്റെ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള വേർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്ത് ഇരിക്കുക. വീഡിയോ കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഒരു പെന്നും പേപ്പറും എടുത്തിരിക്കുക. ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ ആയിട്ട്, അതായത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ആൻസർ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ആൻസർ നോക്കുക, കറക്റ്റ് ആക്കുക. അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഓർഡർ അല്ല, എന്നാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. വെൻ ബോത്ത് സൈഡ് മാർജിൻസ് ആർ സ്ട്രെയിറ്റ് ആൻഡ് ഈക്വൽ ദ ഡോക്യുമെൻറ്റ് ഈസ് ഇൻ ഡാഷ് അലൈൻമെൻറ്റ്. അതായത് ഈ ഡോക്യുമെൻറ്റിൻ്റെ രണ്ട് മാർജിൻസും ഈക്വലായിട്ട് വരുന്നതാണെങ്കിൽ അത് എന്ത് അലൈൻമെൻ്റ് ആണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജസ്റ്റിഫൈ ആണ്. From the following, which type of file is not supported in clipart? clipart സപ്പോർട്ട് ചെയ്യാത്ത ഫയൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, MP3. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്തത്, സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, ഔട്ട്ലൈൻ, എംബോസ്, എൻഗ്രേവ് ആർ നോൺ ആസ്. സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, ഔട്ട്ലൈൻ, എംബോസ്, എൻഗ്രേവ് ആർ നോൺ ആസ്. ആൻസർ ഓപ്ഷൻ എ ഫോണ്ട് എഫക്ട്സ് ആണ്. സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, ഔട്ട്ലൈൻ, എംബോസ്, എൻഗ്രേവ് തുടങ്ങിയവ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ഓൾസോ കോൾഡ് ആസ് റിബൺ ഇൻ MS വേർഡ്? MS വേർഡിൽ റിബൺ ആയിട്ട് പറയപ്പെടുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മെനു ബാർ ആണ്. ഓക്കെ, ribbon is a user interface element which was introduced by Microsoft in Microsoft Office 2007. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് 2007 വന്നിട്ടുള്ള ഒരു ഇൻ്റർഫേസ് എലമെൻ്റ് ആണ് റിബൺ എന്ന് പറയുന്നത്. How many options are present in paragraph of layout tab? How many options are present in the paragraph of layout tab? Answer option C, 2 ആണ്. With the help of which option we can arrange the object with the text in better way? അതായത് ഒബ്ജക്റ്റും ടെക്സ്റ്റും ഉണ്ട്, അത് ബെറ്റർ ആയിട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാം? ആൻസർ ഓപ്ഷൻ ബി, ടെക്സ്റ്റ് റാപ്പിംഗ് ആണ്. അതായത് നിങ്ങൾ പേപ്പറുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പാരഗ്രാഫ്, അതായത് ലെറ്റേഴ്സ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്ററിൻ്റെ ഇടയിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതിനെ ചുറ്റിയിട്ടാണ് എന്ത് വരിക, ഇത് വരിക, എഴുത്തുകൾ വരിക. അപ്പോൾ അവിടെ ആ എഴുത്തും പിന്നെ ആ പിക്ചറും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സ്പേസ് മാനേജ് ചെയ്തിട്ടായിരിക്കും അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന പേരാണ് ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ കീബോർഡ് ഷോർട്ട് കട്ട് വിച്ച് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് കേസിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, Shift+F3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡൻറ്റേഷൻ ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഈസ് യൂസ്ഡ് ടു. ഇൻഡൻറ്റേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻഡൻറ്റേഷൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആൻസർ ഓപ്ഷൻ എ, മേക്ക് ദ ടെക്സ്റ്റ് റീഡബിൾ. അതായത് ടെക്സ്റ്റിനെ റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡൻറ്റേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത്, MS വേർഡ് കനോട്ട് ഡിസ്പ്ലേ ഗ്രാഫിക്സ് ഇൻ. അതായത് താഴെ തന്നിട്ടുള്ള വ്യൂസിൽ ഏത് വ്യൂവിലാണ് ഗ്രാഫിക്സ് ഡിസ്പ്ലേ ചെയ്യാത്തത്? ആൻസർ ഓപ്ഷൻ സി, നോർമൽ വ്യൂവിലാണ് ഗ്രാഫിക്സ് ഡിസ്പ്ലേ ചെയ്യാത്തത്. ഫുട് നോട്ട്സ് ആർ ടൈപ്ഡ് ഇൻ. ഫുട് നോട്ട്സ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്? ഫുട് നോട്ട്സ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, സിംഗിൾ ലൈൻ സ്പേസിംഗ് ആണ്. Ctrl+Q ഈസ് യൂസ്ഡ് ഫോർ. Ctrl+Q എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, റിമൂവ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എനേബിൾസ് യു ടു പേസ്റ്റ് ഡാറ്റ മൾട്ടിപ്പിൾ ടൈംസ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാറ്റ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനേബിൾ ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് വിൻഡോസ് ക്ലിപ്പ് ബോർഡും ഓഫീസ് ക്ലിപ്പ് ബോർഡും ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിൻഡോസ് ക്ലിപ്പ് ബോർഡിൽ ഒരു ഐറ്റം മാത്രമേ അവിടെ സ്റ്റോർ ആവുള്ളൂ. പക്ഷേ
ഓഫീസ് ക്ലിപ്പ് ബോർഡിൽ എന്താവും 24 ഐറ്റംസ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡിഫറൻസ് വരുന്നത്. ഇനി ഈച്ച് ടൈം ദ ഡാഷ് കീ ഈസ് പ്രസ്ഡ് ദ പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ഇൻ ദ പ്രീവിയസ് പാരഗ്രാഫ് ഈസ് ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ഏത് കീ പ്രസ് ചെയ്യുമ്പോഴാണ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ്, അതായത് പ്രീവിയസ് ആയിട്ടുള്ള പാരഗ്രാഫ് ഫോർമാറ്റിംഗ് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത് ഏത് കീ പ്രസ് ചെയ്യുമ്പോഴാണ്? ആൻസർ ഓപ്ഷൻ എ എൻ്റർ കീ ആണ്. എൻ്റർ കീ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ 3 മെയിൽ മെർജ് ഹെൽപ്പർ സ്റ്റെപ്സ്. അതായത് മെയിൽ മെർജ് ഹെൽപ്പർ സ്റ്റെപ്സിൽ വരാത്ത ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സെറ്റ് ദ മെയിലിംഗ് ലിസ്റ്റ് പാരാമീറ്റേഴ്സ്. മെയിലിംഗ് ലിസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഇല്ല. ഏതൊക്കെയാണ് മെയിൽ മെർജ് ഹെൽപ്പർ സ്റ്റെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെർജ് ദ 2 ഫയൽസ്, ക്രിയേറ്റ് എ മെയിൻ ഡോക്യുമെൻറ്റ്, ക്രിയേറ്റ് ദ ഡാറ്റ സോഴ്സ്. ഓക്കെ. The dash feature in MS Word automatically corrects certain spelling errors. The dash feature in MS Word automatically corrects certain spelling errors. അതായത് ചില സ്പെല്ലിംഗ് എറേഴ്സ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവും MS Wordൽ. ഏതാണ് ആ ഫീച്ചർ? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓട്ടോ കറക്റ്റ് ആണ്. ഓട്ടോ കറക്റ്റ്. ഫ്രം വിച്ച് പാനൽ യു ക്യാൻ ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ MS Word 2007. MS Word 2007 ഹെഡർ ആൻഡ് ഫൂട്ടർ നമുക്ക് ഏതിൽ നിന്നാണ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇൻസേർട്ട് പാനലാണ്. ഷോർട്ട് കട്ട് കീ ഫോർ റീഡു ആൻ ആക്ഷൻ. റീഡു ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. Ctrl+Y ആണ്. ഡാഷ് ഓപ്ഷൻ ഹെൽപ്സ് ടു ബ്രേക്ക് ലൈൻസ് ബിറ്റ്വീൻ സിലബിൾസ് ഓഫ് വേർഡ്സ് ഇൻ MS Word. MS Wordൽ സിലബിൾസിൻ്റെ ഇടയ്ക്ക് ലൈൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഹൈഫണേഷൻ ആണ്. ഹൈഫണേഷൻ. ഫോണ്ട് സൈസ് ഈസ് മെഷേർഡ് ഇൻ. ഫോണ്ട് സൈസ് മെഷർ ചെയ്യുന്നത് എന്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി പോയിൻറ്റ്സ് ആണ്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഷോർട്ട് കട്ട് കീസ്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. Ctrl+H ആണ്. വിച്ച് ടൂൾ അലൗസ് അസ് ടു സെൻഡ് സെയിം ലെറ്റർ ടു ഡിഫറെൻറ്റ് അഡ്രസ്സസ് ഇൻ MS Word. അതായത് സെയിം ലെറ്റർ ഡിഫറെൻറ്റ് അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് MS Wordൽ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മെയിൽ മെർജ് ആണ്. ഷോർട്ട് കട്ട് കീ ടു മൂവ് കഴ്സർ ടു ദ ബിഗിനിങ് ഓഫ് ഡോക്യുമെൻറ്റ്. അതായത് ഏത് ഷോർട്ട് കട്ട് കീ ആണ് ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ബിഗിനിങ്ങിലേക്ക് കഴ്സറിനെ മൂവ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ Ctrl+Home ആണ്. Ctrl+Home. Ctrl+X ഈസ് യൂസ്ഡ് ടു. Ctrl+X എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കട്ട് ദ സെലക്റ്റഡ് ടെക്സ്റ്റ്. സെലക്റ്റഡ് ടെക്സ്റ്റിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+X ഉപയോഗിക്കുന്നത്. വിച്ച് ബട്ടൺ ഇൻ MS Word 2007 കണ്ടെയ്ൻസ് ബേസിക് ഫയൽ മാനേജ്മെൻറ്റ് കമാൻഡ്സ്. അതായത് ബേസിക് ആയിട്ടുള്ള ഫയൽ മാനേജ്മെൻറ്റ് കമാൻഡ്സ് വരുന്നത് ഏതിലാണ്? ഏത് ബട്ടണിലാണ്? ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. വിച്ച് ഷോർട്ട് കട്ട് കീ ഓപ്പൺസ് ഫോൺ ഡയലോഗ് ബോക്സ് ഇൻ MS Word. MS Wordൽ ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന കമാൻഡ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. Ctrl+Shift+F. Ctrl+Shift+F. ഡാഷ് റെഫർ ടു ടെക്സ്റ്റ് ദാറ്റ് ആർ പൊസിഷൻഡ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ ടെക്സ്റ്റ് ഓൺ ദ ലൈൻ. അതായത് നമ്മൾ നോർമൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും സ്ലൈറ്റ്ലി ഹയർ ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സൂപ്പർസ്ക്രിപ്റ്റ്. സൂപ്പർസ്ക്രിപ്റ്റ്. വേർഡ് പ്രോസർ ഈസ് എ ഓർ ആൻ ഡാഷ്. വേർഡ് പ്രോസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. വെൻ യു സ്റ്റാർട്ട് എ വേർഡ് യു ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ഇൻ എ ഡാഷ്. വെൻ യു സ്റ്റാർട്ട് എ വേർഡ് യു ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ഇൻ എ ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ്. ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്. ഷേപ്പ് ഓഫ് ഓഫീസ് ബട്ടൺ ഈസ്. ഓഫീസ് ബട്ടണിൻ്റെ ഷേപ്പ് എന്താണ്? ആൻസർ ഓപ്ഷൻ സി റൗണ്ട് ആണ്. ഓഫീസ് ബട്ടൺ ക്യാൻ ബി ഫൈൻഡ് ഇൻ ദ. ഓഫീസ് ബട്ടൺ എവിടെയാണ് കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ അപ്പർ ലെഫ്റ്റ് കോർണർ ഓഫ് ദ സ്ക്രീൻ. ദ ഓഫീസ് ബട്ടൺ ഇൻ 2003 ആണ്. അത് വേണ്ട. ഓക്കെ. ദ ഓഫീസ് ബട്ടൺ ഇൻ 2007 ഈസ് ദ മോഡിഫൈഡ് ഡാഷ് ഇൻ ദ 2003 MS Word. അതായത് 2003 MS Wordൽ എന്ത് മോഡിഫൈ ചെയ്തിട്ടാണ് ഓഫീസ് ബട്ടണായിട്ട് 2007 വന്നത്? ആൻസർ ഓപ്ഷൻ ബി ഫയൽ മെനു ആണ്.
ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഈസ് ലൊക്കേറ്റഡ്. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, ജസ്റ്റ് ടു ദ റൈറ്റ് ഓഫ് ദ ഓഫീസ് ബട്ടൺ. ഓഫീസ് ബട്ടൻ്റെ റൈറ്റിലായിട്ടാണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫോൾട്ട് ബട്ടൺ ഇൻ ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ? ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഡിഫോൾട്ട് ബട്ടൺ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സേവ് ആസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്? സേവ്, അൺഡു, റീഡു ആണ്. What is the main purpose of adding shortcuts to the quick access toolbar? What is the main purpose of adding shortcuts to the quick access toolbar? Answer option A, greatly reduce the time. അതായത് നമുക്ക് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ കമൻറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. In Word 2007, by default, the ribbon is divided into dash tabs. അതായത് MS Word 2007 എത്ര ടാബ്സ് ആയിട്ടാണ് റിബൺ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ബി ആണ്, 7. ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസസ്, മെയിലിങ്സ്, റിവ്യൂ, വ്യൂ. കറക്റ്റ് ഓർഗനൈസേഷൻ ഓഫ് കമാൻഡ്സ് ഇൻ MS Word ഈസ്. MS Wordലെ കറക്റ്റ് ഓർഗനൈസേഷൻ ഓഫ് കമാൻഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ടാബ്, ഗ്രൂപ്പ്, കമാൻഡ് ബട്ടൺസ്. ടാബ്, ഗ്രൂപ്പ്, കമാൻഡ് ബട്ടൺസ്. ദർ ഈസ് എ സ്മോൾ ഡയഗണൽ ആരോ ഇൻ ദ ബോട്ടം റൈറ്റ് കോർണർ ഓഫ് സം ഗ്രൂപ്പ്സ് ദാറ്റ് ആർ കോൾഡ്. അതായത് ചില ഗ്രൂപ്പിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിൽ ഡയഗണൽ ആരോ ഉണ്ട്. അതിനെ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി, ഡയലോഗ് ബോക്സ് ലോഞ്ചർ ആണ്. ഡയലോഗ് ബോക്സ് ലോഞ്ചർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ മെനു ഓഫ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഫോർമാറ്റിംഗ് ടൂൾസ് ദാറ്റ് അപ്പിയർ when text is highlighted in a Word document is called. അതായത് നമ്മൾ ഒരു ടെക്സ്റ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടൂൾ വരും. അതായത് ഒരു മെനു വരും. നമുക്ക് ഫോർമാറ്റിംഗ് ടൂൾസിന് വേണ്ടിയിട്ടുള്ള ഒരു മെനു വരും. അതിനെന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ, മിനി ടൂൾ ബാർ ആണ്. മിനി ടൂൾ ബാർ. വിത്ത് ദ വ്യൂ ബട്ടൺസ് യു ക്യാൻ ചേഞ്ച്. വ്യൂ ബട്ടൺസിൽ നമുക്ക് എന്താണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക? ആൻസർ ഓപ്ഷൻ ബി, വേ യുവർ ഡോക്യുമെൻ്റ് ഈസ് ഡിസ്പ്ലേഡ്. അതായത് വ്യൂ ബട്ടൺസിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഡോക്യുമെൻ്റ് ഡിസ്പ്ലേ ആവുന്നത് എന്നുള്ളത് ആ ഒരു മെത്തേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ദ ഡിഫോൾട്ട് വ്യൂ ഇൻ MS Word 2007. MS Word 2007 ഡിഫോൾട്ട് വ്യൂ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പ്രിൻറ്റ് ലേഔട്ട് ആണ്. ഡാഷ് വ്യൂ അലോസ് യു ടു സീ ഡോക്യുമെൻ്റ് ഓൺ ദ സ്ക്രീൻ ഈസ് സിമിലർ ടു പ്രിൻ്റ് ഔട്ട്. അതായത് പ്രിൻ്റ് ഔട്ട് പോലെ സിമിലറായിട്ട് കിട്ടുന്ന ഒരു വ്യൂ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രിൻറ്റ് ലേഔട്ട് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വ്യൂ ദാറ്റ് ഹൈഡ്സ് റിബൺസ് ആൻഡ് വേരിയസ് ബട്ടൺസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വ്യൂ ദാറ്റ് ഹൈഡ്സ് റിബൺസ് ആൻഡ് വേരിയസ് ബട്ടൺസ്? റിബണുകളും വേരിയസ് ബട്ടൺസും ഹൈഡ് ചെയ്യുന്ന വ്യൂ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഫുൾ സ്ക്രീൻ റീഡിംഗ്. ഫുൾ സ്ക്രീൻ റീഡിംഗ് ആണ്. ഡാഷ് വ്യൂ ഷോസ് ഹൗ യുവർ ഡോക്യുമെൻറ്റ് വുഡ് ലുക്ക് ഇഫ് യു സേവ്ഡ് ആസ് എ വെബ്. അതായത് നമ്മൾ വെബ് പേജിലായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ കാണിക്കുന്ന ആ ഒരു വ്യൂ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വെബ് ലേഔട്ട് വ്യൂ. ഡാഷ് വ്യൂ ക്യാൻ ഡിസ്പ്ലേ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹെഡേഴ്സ് ഇൻ യുവർ ഡോക്യുമെൻറ്റ്. അതായത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹെഡേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന വ്യൂ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഔട്ട്ലൈൻ വ്യൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വ്യൂ ഈസ് സ്യൂട്ടബിൾ ഫോർ റൈറ്റിംഗ്? റൈറ്റിങ്ങിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യൂ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഡ്രാഫ്റ്റ് വ്യൂ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വ്യൂ ദാറ്റ് ഡസൻറ്റ് ഡിസ്പ്ലേ പിക്ചേഴ്സ് ആൻഡ് ഗ്രാഫിക്സ്? പിക്ചേഴ്സും ഗ്രാഫിക്സും ഡിസ്പ്ലേ ചെയ്യാത്ത വ്യൂ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഡ്രാഫ്റ്റ് വ്യൂ ആണ്. ലൊക്കേഷൻ ഓഫ് സ്റ്റാറ്റസ് ബാർ ഈസ്? സ്റ്റാറ്റസ് ബാറിൻ്റെ ലൊക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ബോട്ടം ലെഫ്റ്റ് ഓഫ് ദ സ്ക്രീൻ. സ്ക്രീനിൻ്റെ ബോട്ടം ലെഫ്റ്റ് സൈഡിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ സ്റ്റാറ്റസ് ബാർ? സ്റ്റാറ്റസ് ബാറിൽ ഇല്ലാത്തൊരു ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ടു ആഡ് ന്യൂ പേജ്. ന്യൂ പേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ സ്റ്റാറ്റസ് ബാറിലില്ല. അപ്പോൾ സ്റ്റാറ്റസ് ബാറിൽ എന്തൊക്കെയാണുള്ളത്? ഹൗ മെനി പേജ് ദർ ആർ ഇൻ ടോട്ടൽ. ടോട്ടൽ എത്ര പേജ് ഉണ്ട്? വിച്ച് പേജ് യു ആർ ഓൺ. അതായത് നമ്മൾ ഏത് പേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കാണിക്കും. വാട്ട് ലാംഗ്വേജ് യു ആർ യൂസിങ്. ഏത് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും കാണിക്കും. അടുത്തത്, ടു ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻറ്റ് ഇൻ MS Word 2007. MS Word 2007 ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ക്ലിക്ക് ദ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ. ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
ഓപ്പൺ കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഓപ്പൺ കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ്. അതായത് ഓൾറെഡി ഉള്ള സേവ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ കമാൻഡ് ഉപയോഗിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റൈറ്റ് മെത്തേഡ് ടു സേവ് ഡോക്യുമെൻറ്റ്? താഴെ തന്നിട്ടുള്ളതിൽ സേവ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വ്യൂ ടാബ് ആണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ, പിന്നെ Ctrl+S. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഹെൽപ്സ് ടു പ്രിൻ്റ് എ ഡോക്യുമെൻറ്റ് വിത്ത് ദ ഡിഫോൾട്ട് സെറ്റിംഗ്സ്? ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ ഡോക്യുമെൻറ്റ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ക്വിക്ക് പ്രിൻ്റ് ആണ്, ക്വിക്ക് പ്രിൻ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഹെൽപ്സ് ടു പ്രിൻറ്റ് എ ഡോക്യുമെൻറ്റ് വിത്ത് ദ ഡിഫോൾട്ട് കസ്റ്റം സെറ്റിംഗ്സ്? ഡിഫോൾട്ടായിട്ടുള്ള കസ്റ്റം സെറ്റിങ്സോട് കൂടിയിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പ്രിൻ്റ് ആണ്, പ്രിൻ്റ് കസ്റ്റം സെറ്റിങ്സ്. അതായത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ഡിഫോൾട്ട് സെറ്റിങ്സിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാനാണ് ക്വിക്ക് പ്രിൻ്റ്. അതേസമയം നമുക്ക് കസ്റ്റം സെറ്റിങ്സ്, അതായത് സെറ്റിങ്സ് മാറ്റം വരുത്തിയിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രിൻ്റ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ helps to print document and offers a menu to make adjustments to the print function? Which of the following option helps to print document and offers a menu to make adjustments to the print function? Print ആണ്. Which of the following options sends document directly to printer? അതായത് ഡയറക്റ്റായിട്ട് പ്രിൻ്ററിലേക്ക് സെൻഡ് ചെയ്യുന്ന കമാൻഡ് ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ക്വിക്ക് പ്രിൻ്റ് ആണ്, ക്വിക്ക് പ്രിൻ്റ്. Which of the following option shows you what the document will look like prior to printing? അതായത് പ്രിൻറ്റിങ്ങിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഡോക്യുമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പ്രിൻ്റ് പ്രിവ്യൂ ആണ്. കോപ്പി, കട്ട് ആൻഡ് പേസ്റ്റ് ഓപ്ഷൻസ് ആർ അവൈലബിൾ ഇൻ ദ? കോപ്പി, കട്ട്, പേസ്റ്റ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഏത് ഗ്രൂപ്പിലാണ്? ആൻസർ ഓപ്ഷൻ ബി ഹോം ടാബിലെ ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്. The option used to remove some text from one location and paste it to another location. The option used to remove some text from one location and paste it into another location. കട്ടാണ്, അതായത് ഒരു ലൊക്കേഷനിൽ നിന്നും അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോയി വെക്കുന്നതിനാണ് കട്ട് എന്ന് പറയുന്നത്. The option used to copy formatting and then apply it in another location. ഫോർമാറ്റിംഗ് കോപ്പി ചെയ്തിട്ട് മറ്റൊരു ലൊക്കേഷനിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഫോർമാറ്റ് പെയിൻറ്റർ ആണ്, ഫോർമാറ്റ് പെയിൻറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർമാറ്റ് പെയിൻറ്റർ ഈസ് അവൈലബിൾ ഇൻ ദ? ഫോർമാറ്റ് പെയിൻറ്റർ ഏതിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹോം ടാബിൽ ക്ലിപ്ബോർഡ് ഗ്രൂപ്പിലാണ് നമുക്ക് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് നോട്ട് എ റൈറ്റ് മെത്തേഡ് ഓഫ് സെലക്ടിങ് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെൻറ്റ്? അതായത് താഴെ തന്നിട്ടുള്ള മെത്തേഡിൽ ഏത് മെത്തേഡാണ് ഒരു ഡോക്യുമെൻറ്റിലെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹോൾഡ് ഡൗൺ ദ റൈറ്റ് മൗസ് ബട്ടൺ ആൻഡ് ഡ്രാഗ് ദ കേഴ്സർ. അതായത് താഴെ തന്നിട്ടുള്ളതിൽ റൈറ്റ് മെത്തേഡ് അല്ലാത്തതാണ് കേട്ടോ, ഞാൻ എങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഓർമ്മയില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് നോട്ട് എ റൈറ്റ് മെത്തേഡ് ഓഫ് സെലക്ടിങ് ടെക്സ്റ്റ് ഇൻ ഡോക്യുമെൻറ്റ്? ഒരു ഡോക്യുമെൻറ്റിൽ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നതിനുള്ള റൈറ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതിൽ റൈറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഹോൾഡ് ഡൗൺ ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ ആൻഡ് ഡ്രാഗ് ദ കേഴ്സർ. അതായത് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക, ഓക്കെ. പിന്നെ ഹോൾഡ് ഡൗൺ ഷിഫ്റ്റ് ആൻഡ് യൂസ് ദ ആരോ കീസ് ഓൺ ദ കീബോർഡ്. അതായത് നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ആരോ കീസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, യു ക്യാൻ ചേഞ്ച് ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് യുവർ ടെക്സ്റ്റ് യൂസിങ് ദ ഫോളോയിങ് ഡാഷ് ഓപ്ഷൻ? അതായത് ഹാൻഡ് റൈറ്റിംഗ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഫോണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ യൂസ്ഡ് ടു പുട്ട് എ വേർഡ് ഇൻ ബോൾഡ് ഓർ ഇറ്റാലിക്സ് ഫോർ എംഫസിസ്? എംഫസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾഡ് അല്ലെങ്കിൽ ഇറ്റാലിക്സ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ഏതിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫോണ്ട് സ്റ്റൈലാണ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ലെറ്റ് യു ആഡ് അണ്ടർലൈനിങ് ഷാഡോസ് ഡീറ്റെയിൽസ് ലൈക്ക് സ്ട്രൈക്ക് ത്രൂ? ഇതൊക്കെ എന്താണ്? ആൻസർ ഓപ്ഷൻ സി എഫക്ട്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ യൂസ്ഡ് ടു ഡ്രോ ലൈൻസ് ത്രൂ ദ സെലക്റ്റഡ് ടെക്സ്റ്റ്? സെലക്റ്റഡ് ടെക്സ്റ്റിൻ്റെ മുകളിലൂടെ ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് സ്ട്രൈക്ക് ത്രൂ. ഡാഷ് ഓപ്ഷൻ ഡിക്രീസ് ദ ഫോണ്ട് സൈസ് പ്രൊപ്പോർഷണലി ആൻഡ് ലോവർ ഓർ റൈസ് ദ ബേസ് ലൈൻ. അതായത് ഫോണ്ട് സൈസ് കുറച്ചിട്ട് ലോവർ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് മുകളിലേക്കോ, ബേസ് ലൈനിന് കുറച്ച് മുകളിലോ കുറച്ച് താഴെയായിട്ടോ വരുന്ന ടെക്സ്റ്റിന് എന്താണ് പറയുക? ആൻസർ ഓപ്ഷൻ എ സൂപ്പർസ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ്. ഹൈലൈറ്റ് ഓപ്ഷൻ അവൈലബിൾ ഇൻ ദ? ഹൈലൈറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കുന്നത് ഇതിലാണ്. ആൻസർ ഓപ്ഷൻ എ ഹോം ടാബിൽ ഫോണ്ട് ഗ്രൂപ്പ്. ഡാഷ് ഓപ്ഷൻ യൂസ്ഡ് ടു ഇൻക്രീസ് ഫോണ്ട് സൈസ്, അതായത് ഇൻക്രീസ് ഫോണ്ട് സൈസ് ഏതിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗ്രോ ഫോണ്ട്. ഡാഷ് ഓപ്ഷൻ യൂസ്ഡ് ടു ഡിക്രീസ് ഫോണ്ട് സൈസ്, ഏതാണ് ഡിക്രീസ് ഫോണ്ട് സൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഷ്രിങ്ക് ഫോണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ സെലക്ടഡ് ടെക്സ്റ്റ് അപ്പർ കേസ്, ലോവർ കേസ് ഓർ അതർ ക്യാപിറ്റലൈസേഷൻസ്? അതായത് താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ സെലക്ടഡ് ടെക്സ്റ്റിനെ അപ്പർ കേസ്, ലോവർ കേസ് അല്ലെങ്കിൽ അതർ ക്യാപിറ്റലൈസേഷനിലേക്ക് മാറ്റുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ചേഞ്ച് കേസ്. ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഓപ്ഷൻ അവൈലബിൾ ഇൻ ദ? ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കുന്ന ഏതിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഹോം ടാബിലെ പാരഗ്രാഫ് ഗ്രൂപ്പ്. ജസ്റ്റിഫൈ ഇസ് എ ടൈപ്പ് ഓഫ്? ജസ്റ്റിഫൈ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അലൈൻമെന്റ് ആണ്. യൂസ് ഡാഷ് ടു ഓഫ്സെറ്റ് ടെക്സ്റ്റ് അവേ ഫ്രം ദ മാർജിൻ ഓർ ബ്രിങ് ഇറ്റ് ക്ലോസർ അഗൈൻ? യൂസ് ഡാഷ് ടു ഓഫ്സെറ്റ് ടെക്സ്റ്റ് അവേ ഫ്രം ദ മാർജിൻ ഓർ ബ്രിങ് ഇറ്റ് ക്ലോസർ അഗൈൻ? ആൻസർ ഓപ്ഷൻ എ ആണ് ഇൻറ്റൻഡിങ്. ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ അവൈലബിൾ ഇൻ ദ? ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ ഏതിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹോം ടാബിലെ പാരഗ്രാഫ് ഗ്രൂപ്പ്. പ്രീ ഡിഫൈൻഡ് തീംസ് ആൻഡ് ഹെഡിങ് സ്റ്റൈൽസ് ആർ അവൈലബിൾ ഇൻ ദ? അതായത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള തീംസും ഹെഡിങ് സ്റ്റൈൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കുന്നത് ഏതിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സ്റ്റൈൽസ് ഗ്രൂപ്പ് ആണ്. സംടൈംസ് യു വോണ്ട് ടു റിവേഴ്സ് ദ ലാസ്റ്റ് ആക്ഷൻ യു പെർഫോംഡ്. ഫോർ ദിസ് യു ക്യാൻ യൂസ് ഡാഷ് ബട്ടൺ. അതായത് നമുക്ക് ലാസ്റ്റ് ചെയ്ത ആക്ഷൻ ഒന്നുകൂടി റിവേഴ്സ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി അൺഡു. റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷൻ, ഡാഷ് ബട്ടൺ ഈസ് യൂസ്ഡ്. ആൻസർ ഓപ്ഷൻ എ റീഡു ആണ്. ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു അൺഡു ആൻ ആക്ഷൻ. ഒരാക്ഷൻ അൺഡു ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് കീ. ആൻസർ ഓപ്ഷൻ ഡി ആണ് Ctrl+Z ആണ്. Ctrl+Z. ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു റീഡു ഓർ റിപ്പീറ്റ് ആക്ഷൻ. റീഡുവിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ. ആൻസർ ഓപ്ഷൻ ബി ആണ് Ctrl+YA. ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ് ഓർ ഒബ്ജക്റ്റ്. കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻസർ ഓപ്ഷൻ സി Ctrl+C ആണ്. ഷോർട്ട് കട്ട് കീ യൂസ് ടു കട്ട് സെലക്ടഡ് ടെക്സ്റ്റ് ഓർ ഒബ്ജക്റ്റ്. ആൻസർ ഓപ്ഷൻ എ Ctrl+X. ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു പേസ്റ്റ് ടെക്സ്റ്റ് ഓർ ആൻ ഒബ്ജക്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് Ctrl+V. ഷോർട്ട് കട്ട് കീ യൂസ് ടു മേക്ക് ലെറ്റേഴ്സ് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ. ആൻസർ ഓപ്ഷൻ സി ആണ് Ctrl+B. ഷോർട്ട് കട്ട് കീ യൂസ് ടു മേക്ക് ലെറ്റേഴ്സ് ഇറ്റാലിക്സ് ഈസ്. ആൻസർ ഓപ്ഷൻ ബി Ctrl+I. ഷോർട്ട് കട്ട് കീ യൂസ് ടു മേക്ക് ലെറ്റേഴ്സ് അണ്ടർലൈൻ ഈസ്. അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ. ആൻസർ ഓപ്ഷൻ എ ആണ് Ctrl+U. കീ കോമ്പിനേഷൻ യൂസ് ടു മൂവ് ടു ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ ഈസ്. ബിഗിനിങ് ഓഫ് ദ ലൈനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി ഹോം ആണ്. ഹോം കീ പ്രസ് ചെയ്യുക. കീ കോമ്പിനേഷൻ യൂസ് ടു മൂവ് ടു ദ എൻഡ് ഓഫ് ദ ലൈൻ. ആ ലൈനിൻ്റെ എൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ് എൻഡ് ആണ്. കീ കോമ്പിനേഷൻ യൂസ് ടു കോപ്പി എ പിക്ചർ ഓഫ് ദ സ്ക്രീൻ. ആ സ്ക്രീനിൻ്റെ പിക്ചർ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീ കോമ്പിനേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പ്രിൻറ്റ് സ്ക്രീൻ ആണ്. കീ കോമ്പിനേഷൻ യൂസ് ടു കോപ്പി എ പിക്ചർ ഓഫ് ദ സെലക്ടഡ് വിൻഡോ ഈസ്. സെലക്ടഡ് വിൻഡോൻ്റെ പിക്ചർ. ആൻസർ ഓപ്ഷൻ എ പ്രിൻറ്റ് സ്ക്രീൻ ആണ്. കീ കോമ്പിനേഷൻ യൂസ് ടു പ്രിൻറ്റ് എ ഡോക്യുമെൻ്റ് ഈസ്. ഒരു ഡോക്യുമെൻ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ് Ctrl+P. കീ കോമ്പിനേഷൻ യൂസ് ടു സേവ് എ ഡോക്യുമെൻ്റ് ഈസ്. ഒരു ഡോക്യുമെൻ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീ കോമ്പിനേഷൻ.
ആൻസർ ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് എസ് ആണ്. കീ കോമ്പിനേഷൻ യൂസ് ടു റിമൂവ് പാരഗ്രാഫ് ഓർ ക്യാരക്ടർ ഫോർമാറ്റിംഗ് ഈസ്. പാരഗ്രാഫ് അല്ലെങ്കിൽ ക്യാരക്ടർ ഫോർമാറ്റിംഗ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീ കോമ്പിനേഷൻ. ആൻസർ ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ. കീ കോമ്പിനേഷൻ യൂസ് ടു ക്യാൻസൽ ആൻ ആക്ഷൻ. ഒരാക്ഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി എസ്കേപ്പ് കീ ആണ്. കീ കോമ്പിനേഷൻ യൂസ് ടു വർക്കിംഗ് വിത്ത് ഓഫീസ് ബട്ടൺ. ഓഫീസ് ബട്ടണുമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീ കോമ്പിനേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആൾട്ട് പ്ലസ് എഫ്. ആൾട്ട് പ്ലസ് എഫ്. കീ കോമ്പിനേഷൻ യൂസ് ടു വർക്കിംഗ് വിത്ത് ഹോം ടാബ് ഈസ്. ഹോം ടാബുമായിട്ട് വർക്ക് ചെയ്യുന്ന കീ കോമ്പിനേഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്. ആൾട്ട് പ്ലസ് എച്ച് ആണ്. ആൾട്ട് പ്ലസ് എച്ച്. കീ കോമ്പിനേഷൻ യൂസ് ടു വർക്കിംഗ് വിത്ത് ഇൻസേർട്ട് ടാബ് ഈസ്. ഇൻസേർട്ട് ടാബിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ ഉപയോഗിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ആൾട്ട് പ്ലസ് എൻ ആണ്. കീ കോമ്പിനേഷൻ യൂസ് ടു വർക്കിംഗ് വിത്ത് പേജ് ലേഔട്ട് ടാബ്. പേജ് ലേഔട്ട് ടാബുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൾട്ട് പ്ലസ് പി ആണ്. ആൾട്ട് പ്ലസ് പി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കീ കോമ്പിനേഷൻ യൂസ് ടു വർക്കിംഗ് വിത്ത് റെഫറൻസ് ടാബ്. റെഫറൻസ് ടാബുമായിട്ട് വർക്ക് ചെയ്യുന്ന കീ കോമ്പിനേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. കൺട്രോൾ പ്ലസ് എസ് ആണ്. കീ കോമ്പിനേഷൻ യൂസ് ടു വർക്കിംഗ് വിത്ത് മെയിലിംഗ്സ് ടാബ്. മെയിലിംഗ്സ് ടാബുമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർ ഓപ്ഷൻ എ ആണ്. ആൾട്ട് പ്ലസ് എം ആണ്. കീ കോമ്പിനേഷൻ യൂസ് ടു വർക്കിംഗ് വിത്ത് റിവ്യൂ ടാബ്. റിവ്യൂ ടാബുമായിട്ട് വർക്ക് ചെയ്യുന്ന കീ കോമ്പിനേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ആൾട്ട് പ്ലസ് ആർ. ആൾട്ട് പ്ലസ് ആർ. കീ കോമ്പിനേഷൻ യൂസ് ടു വർക്കിംഗ് വിത്ത് വ്യൂ ടാബ് ഈസ്. വ്യൂ ടാബുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കീ കോമ്പിനേഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൾട്ട് പ്ലസ് വി. കീ കോമ്പിനേഷൻ യൂസ് ടു വർക്കിംഗ് വിത്ത് ഡെവലപ്പർ ടാബ്. ഡെവലപ്പർ ടാബുമായിട്ട് ബന്ധപ്പെട്ട് കീ കോമ്പിനേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൾട്ട് പ്ലസ് എൽ ആണ്. ഫോർ സെലക്ടിങ് എനി എമൗണ്ട് ഓഫ് ടെക്സ്റ്റ്. അതായത് എത്ര എമൗണ്ട് ഓഫ് ടെക്സ്റ്റും സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ഡ്രാഗ് ഓവർ ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിൻ്റെ മുകളിലൂടെ ഡ്രാഗ് ചെയ്ത് പോവുക. ഫോർ സെലക്ടിങ് എ വേർഡ്. ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ എ ഡബിൾ ക്ലിക്ക് ആണ്. ഡബിൾ ക്ലിക്ക്. ഫോർ സെലക്ടിങ് എ ലൈൻ ഓഫ് ടെക്സ്റ്റ്. ഒരു ലൈന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർ ഓപ്ഷൻ സി ക്ലിക്ക് വിത്ത് ദ സെലക്ഷൻ പോയിന്റർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ ലൈൻ. അതായത് സെലക്ഷൻ പോയിന്റർ ആ ഒരു ലൈനിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് വരുന്ന ആ ഒരു സെലക്ഷൻ പോയിന്ററിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിൽ ഒരു എനി എമൗണ്ട് ഓഫ് ഒരു ലൈൻ ഓഫ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് വിത്ത് ദ സെലക്ഷൻ പോയിന്റർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ ലൈൻ. ഫോർ സെലക്ടിങ് എ സെൻറ്റൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി പ്രസ് ആൻഡ് ഹോൾഡ് കൺട്രോൾ ദെൻ ക്ലിക്ക് സെൻറ്റൻസ്. അതായത് കൺട്രോൾ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക, അതിനുശേഷം സെൻറ്റൻസിൽ ക്ലിക്ക് ചെയ്യുക. ഫോർ സെലക്ടിങ് എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ട്രിപ്പിൾ ക്ലിക്ക് ആണ്. ഫോർ സെലക്ടിങ് എ ലാർജ് ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്. ഒരു വലിയ ലാർജ് ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർ ഓപ്ഷൻ ഡി ക്ലിക്ക് ദ ബിഗിനിങ് ഓഫ് ദ സെലക്ഷൻ, പ്രസ് ആൻഡ് ഹോൾഡ് ഷിഫ്റ്റ് ദെൻ ക്ലിക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ സെലക്ഷൻ. അതായത് ബിഗിനിങ് ആ ഒരു സെക്ഷൻ്റെ ബിഗിനിങ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് ആ ഒരു സെലക്ഷൻ്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഫോർ സെലക്ട് മൾട്ടിപ്പിൾ നോൺ കോൺസിക്യൂട്ടീവ് സെലക്ഷൻസ്. നോൺ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സെലക്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ്. സെലക്ട് ദ ഫസ്റ്റ് സെക്ഷൻ ദെൻ പ്രസ് ആൻഡ് ഹോൾഡ് ദ കൺട്രോൾ ആസ് യു സെലക്ട് ഈച്ച് അഡീഷണൽ സെലക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റൈറ്റ് മെത്തേഡ് ടു സെലക്ട് ആൻ എൻറ്റയർ ഡോക്യുമെൻറ്റ്. അതായത് ഒരു എൻറ്റയർ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാത്ത മെത്തേഡ് അല്ലെങ്കിൽ റൈറ്റ് അല്ലാത്ത മെത്തേഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഡബിൾ ക്ലിക്ക് ആണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻറ്റയർ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് മെത്തേഡ്സ് എന്ന് നോക്കാം. ട്രിപ്പിൾ ക്ലിക്ക് വിത്ത് ദ സെലക്ഷൻ പോയിന്റർ ടു ദ ലെഫ്റ്റ് ഓഫ് എനി ടെക്സ്റ്റ്, പ്രസ് കൺട്രോൾ പ്ലസ് എ, ക്ലിക്ക് ദ സെലക്ട് ബട്ടൺ ഇൻ ദ എഡിറ്റിംഗ് ഗ്രൂപ്പ് ഓൺ ദ ഹോം ടാബ്, സെലക്ട് ഓൾ. ഓക്കെ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പേജസ് ഗ്രൂപ്പ് ഓഫ് ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബിലെ പേജസ് ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വിക്ക് ടേബിൾ. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടേബിൾസ് ഗ്രൂപ്പ് ഓഫ് ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബിലെ ടേബിൾസ് ഗ്രൂപ്പിൽ വരാത്തത് ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ ഇൻസേർട്ട് ബോക്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ടേബിൾസ് ഗ്രൂപ്പിൽ വരുന്നത്? ഇൻസേർട്ട് ടേബിൾ, ഡ്രോ ടേബിൾ, ക്വിക്ക് ടേബിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇല്ലുസ്ട്രേഷൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസേർട്ട് ടാബ്? ഇൻസേർട്ട് ടാബിൽ ഇല്ലുസ്ട്രേഷൻസ് ഗ്രൂപ്പിൽ ഇല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ടെക്സ്റ്റ് ബോക്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ലിങ്ക്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസേർട്ട് ടാബ്? ഇൻസേർട്ട് ടാബിൽ ലിങ്ക്സ് ഗ്രൂപ്പിൽ ഇല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹെഡർ ആൻഡ് ഫൂട്ടർ. അപ്പോൾ ഇൻസേർട്ട് ടാബിൽ ലിങ്ക്സ് ഗ്രൂപ്പിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഹൈപ്പർ ലിങ്ക്, ബുക്ക് മാർക്ക്, ക്രോസ് റെഫറൻസ്. എ പീസ് ഓഫ് ടെക്സ്റ്റ് ഓർ ആൻ ഇമേജ് in an electronic document that can connect redirects to another portion of the document or different web page is called. അതായത് ഒരു പീസ് ഓഫ് ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു ഇമേജ് ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റിൽ അത് മറ്റൊരു പോർഷനിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെബ് പേജിലേക്ക് കണക്ട് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹൈപ്പർ ലിങ്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പ് ഓഫ് ഇൻസേർട്ട് ടാബ്? ഇൻസേർട്ട് ടാബിലെ ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിൽ ഇല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹൈപ്പർ ലിങ്ക് ആണ് ഇല്ലാത്തത്. അപ്പോൾ ഏതൊക്കെയാണ് ഉള്ളത്? ഹെഡർ, ഫൂട്ടർ, പേജ് നമ്പർ. ഡാഷ് ഈസ് എ സെലക്ഷൻ ഓഫ് ഡാഷ് ഈസ് എ സെക്ഷൻ ഓഫ് ദ ഡോക്യുമെൻറ്റ് ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ദ ടോപ്പ് മാർജിൻ. ടോപ്പ് മാർജിനിൽ വരുന്ന ഒരു സെക്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹെഡർ. ഡാഷ് ഈസ് എ സെക്ഷൻ ഓഫ് ദ ഡോക്യുമെൻറ്റ് ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ദ ബോട്ടം മാർജിൻ. ബോട്ടം മാർജിനിൽ വരുന്നത് ഏതാ? ഫൂട്ടർ ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് ഫൂട്ടർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസേർട്ട് ടാബ്? ഇൻസേർട്ട് ടാബിലെ ടെക്സ്റ്റ് ഗ്രൂപ്പിൽ ഇല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ക്ലിപ്പ് ആർട്ട് ആണ്. അപ്പോൾ ഇൻസേർട്ട് ടാബിലെ ടെക്സ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ടെക്സ്റ്റ് ബോക്സ്, ഡ്രോപ്പ് ക്യാപ്പ്, സിഗ്നേച്ചർ ലൈൻ. Dash is a large initial capital letter often used to set off the first paragraph of an article. അതായത് ഒരു ആർട്ടിക്കിളിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇനിഷ്യൽ ഒരു ലാർജ് ഇനീഷ്യൽ ക്യാപിറ്റൽ ലെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡ്രോപ്പ് ക്യാപ്പ്. ഇൻ ദ സിമ്പിൾസ് ഗ്രൂപ്പ് വി ക്യാൻ ഇൻസേർട്ട്. ഈ സിമ്പിൾസ് ഗ്രൂപ്പിൽ എന്താണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇക്വേഷൻസ് ആൻഡ് സിമ്പിൾസ്. ടീംസ് ഗ്രൂപ്പ് ഈസ് ഇൻ. ടീംസ് ഗ്രൂപ്പ് ഏതിലാണുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പേജ് ലേഔട്ട് ടാബ്. ഡാഷ് ഓറിയൻറ്റേഷൻ മീൻസ് എവറിത്തിങ് ഓൺ ദ പേജ് ഈസ് ഓറിയൻറ്റഡ് ഹൊറിസോണ്ടലി. ഡാഷ് ഓറിയൻറ്റേഷൻ മീൻസ് എവറിത്തിങ് ഓൺ ദ പേജ് ഈസ് ഓറിയൻറ്റഡ് ഹൊറിസോണ്ടലി. ആൻസർ ഓപ്ഷൻ ബി ആണ് ലാൻഡ്സ്കേപ്പ്. ഡാഷ് ഓറിയൻറ്റേഷൻ മീൻസ് എവറിത്തിങ് ഓൺ ദ പേജ് ഈസ് ഓറിയൻറ്റഡ് വേർട്ടിക്കലി. ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പോർട്രേറ്റ്. ദ ഓപ്ഷൻ ടു ചേഞ്ച് ദ പേപ്പർ സൈസ് ഈസ് അവൈലബിൾ ഇൻ ദ ഡാഷ് ഗ്രൂപ്പ്. പേപ്പർ സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഏത് ഗ്രൂപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്? പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ അല്ലാത്ത ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബോവ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്. പേജ് ഓറിയൻറ്റേഷൻ, പേപ്പർ സൈസ്, ഹൈഫനേഷൻ ഇതൊക്കെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ്? പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിൽ ഇല്ലാത്തത് ഏതാ? ആൻസർ ഓപ്ഷൻ ഡി ഇൻഡൻറ്റിംഗ് ആണ്. വാട്ടർ മാർക്ക്, പേജ് കളർ, പേജ് ബോർഡേഴ്സ് ഇതൊക്കെ ഏതിലാ? പേജ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട്. ഇമേജ് ഓർ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയേഴ്സ് മെയിൻലി ബിഹൈൻഡ് ദ മെയിൻ ഡോക്യുമെൻറ്റ് ഈസ് കോൾഡ്. ഇമേജ് ഓർ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയേഴ്സ് മെയിൻലി ബിഹൈൻഡ് ദ മെയിൻ ഡോക്യുമെൻറ്റ് ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ എ ആണ് വാട്ടർ മാർക്ക്. Indenting and spacing option available in the dash group. Indenting spacing option എവിടെയാണ് അവൈലബിൾ ആയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി പാരഗ്രാഫ് ആണ്. അലൈൻ ആൻഡ് പൊസിഷൻ ഓപ്ഷൻ അവൈലബിൾ ഇൻ ദ ഡാഷ് ഗ്രൂപ്പ്. അലൈൻ ആൻഡ് പൊസിഷൻ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അറേഞ്ച് ഗ്രൂപ്പ് ആണ്. അറേഞ്ച് ഗ്രൂപ്പ്. ഡാഷ് ഹെൽപ്സ് യു ടു അലൈൻ ടെക്സ്റ്റ് വെർട്ടിക്കലി അറ്റ് എ സ്പെസിഫിക് ലൊക്കേഷൻ ഓൺ എ പേജ്. Dash helps you to align text vertically at a specific location on a page. Answer option B tab ആണ്. Dash is a point on the horizontal ruler that identifies a text alignment location. Answer option B ആണ് tab stop. By default tab stops are located every dash inch from the left margin. Answer option A ആണ് 0.5 ആണ്. Which of the following is not a type of tab stop? Tab stop അല്ലാത്തത് ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ്. ഔട്ട്ലൈൻ എന്നുള്ളതാണ് ടാബ് സ്റ്റോപ്പ് അല്ലാത്തത്. അപ്പോൾ ടാബ് സ്റ്റോപ്സ് ഏതൊക്കെയാണ്? റൈറ്റ്, ബാർ, ഡെസിമൽ പോയിന്റ്. ഡാഷ് ഈസ് യൂസ് ടു സെലക്ട് ദ ടൈപ്പ് ഓഫ് ടാബ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ടാബ് ഇൻഡിക്കേറ്റർ. ടാബ് സ്റ്റോപ്സ് ക്യാൻ ബി അപ്ലൈഡ് ടു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി. ആക്റ്റീവ് പാരഗ്രാഫും സെലക്റ്റഡ് പാരഗ്രാഫ്സിനുമാണ് നമുക്ക് ടാബ് സ്റ്റോപ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡാഷ് എ ടാബ് സ്റ്റോപ്പ് ഓൺ ദ റൂളർ ടു ചേഞ്ച് ഇറ്റ്സ് ലൊക്കേഷൻ. അതായത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഡ്രാഗ് ആണ്. ഡ്രാഗ് ടാബ് സ്റ്റോപ്പ് ഓൺ ദ, അതായത് ഒരു ടാബ് സ്റ്റോപ്പ് നമ്മൾ സെറ്റാക്കിയിട്ട് അതിൻ്റെ പൊസിഷൻ മാറ്റണമെങ്കിൽ ആ ടാബ് സ്റ്റോപ്പ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് റൂളറിൽ ഏത് ലൊക്കേഷനിലാണ് വേണ്ടത് ആ ലൊക്കേഷനിൽ കൊണ്ടുപോയി വെച്ചിട്ട് ലൊക്കേഷൻ മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് സെറ്റ് എ സ്റ്റാർട്ട് പൊസിഷൻ ഫോർ ടെക്സ്റ്റ് ദാറ്റ് വിൽ അക്യുമുലേറ്റ് ടു ദ റൈറ്റ് ഓഫ് ദ ടാബ്സ് ആസ് യു ടൈപ്പ്. അതായത് ഏത് ടാബ് സ്റ്റോപ്പാണ് ഒരു സ്റ്റാർട്ട് പൊസിഷൻ വരിക, അതായത് ആ ഒരു ടാബിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുക. ആൻസർ ഓപ്ഷൻ എ, ലെഫ്റ്റ് ടാബ് സ്റ്റോപ്പ്. ഓക്കെ, അടുത്തത് ഡാഷ് സെറ്റ് എ സ്റ്റാർട്ട് പൊസിഷൻ ഫോർ ടെക്സ്റ്റ് ദാറ്റ് വിൽ അക്യുമുലേറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ടാബ്സ് ആസ് യു ടൈപ്പ്. ആൻസർ ഓപ്ഷൻ സി ആണ്, റൈറ്റ് ടാബ് സ്റ്റോപ്പ്. രണ്ടും ഓപ്പോസിറ്റ് ആണ് വരുന്നത്, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ്, റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് ഇൻ ദ കേസ് ഓഫ് ചേഞ്ചിങ് പൊസിഷൻ ഓഫ് എ ടാബ് സ്റ്റോപ്പ്. ഒരു ടാബ് സ്റ്റോപ്പിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ക്ലിക്ക് ദ പാരഗ്രാഫ് ഓർ സെലക്ട് മൾട്ടിപ്പിൾ പാരഗ്രാഫ്സ്. Then on the horizontal ruler, drag the tab stop to the new mark. Dash feature enables users to send similar letter or document to multiple recipients. Answer option B ആണ്, mail merge. We can insert dash envelope to a document. അതായത് എത്ര envelope നമുക്ക് ഡോക്യുമെൻ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും? ആൻസർ ഓപ്ഷൻ എ, സിംഗിൾ envelope ആണ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക. ലേബൽസ് ക്യാൻ ബി ആഡഡ് ഫ്രം ഡാഷ് ടാബ്. ഏത് ടാബിൽ നിന്നാണ് ലേബൽസ് ആഡ് ചെയ്യാൻ പറ്റുക? ആൻസർ ഓപ്ഷൻ സി, മെയിലിങ്സ് ആണ്. ഫുട് നോട്ട്സ് ക്യാൻ ബി ആഡഡ് ഫ്രം ഡാഷ് ടാബ്. ഫുട് നോട്ട്സ് നമുക്ക് ഏതിലാണ് ആഡ് ചെയ്യാൻ പറ്റുക? ആൻസർ ഓപ്ഷൻ ഡി, റെഫറൻസസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ റെഫറൻസ് ടാബ്. റെഫറൻസ് ടാബിൽ ഇൻക്ലൂഡ് ആവാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹെഡർ ആൻഡ് ഫൂട്ടർ. ഡാഷ് ആർ ദ കമൻറ്റ്സ് വിച്ച് അപ്പിയർ ഓൺ ദ ബോട്ടം ഓഫ് ദ പേജ്. Dash are comments which appear on the bottom of the page. Answer option B, footnotes ആണ്. Dash are inserted at the end of the entire document. Entire documentൻ്റെ എൻഡിൽ ഇൻസേർട്ട് ചെയ്യുന്ന എന്താണ്? ആൻസർ ഓപ്ഷൻ എ, എൻഡ് നോട്ട്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ റിവ്യൂ ടാബ്. റിവ്യൂ ടാബിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഗ്രൂപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ക്യാപ്ഷൻസ് ആണ്. വേവി റെഡ് ലൈൻസ് അണ്ടർ വേർഡ്സ് ഇൻഡിക്കേറ്റ്. അതായത് വേർഡ്സിൻ്റെ അടിയിൽ റെഡ് വേവി ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്പെല്ലിംഗ് എറേഴ്സ് ആണ്. വേവി ഗ്രീൻ ലൈൻസ് അണ്ടർ വേർഡ്സ് ഇൻഡിക്കേറ്റ്. ആൻസർ ഓപ്ഷൻ എ, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ്. ഡാഷ് ഈസ് യൂസ് ടു കറക്റ്റ് ദ റോങ്ലി ടൈപ്ഡ് വേർഡ് ഇൻ എ ഡോക്യുമെൻറ്റ്. ഡാഷ് ഈസ് യൂസ് ടു കറക്റ്റ് ദ റോങ്ലി ടൈപ്ഡ് വേർഡ് ഇൻ എ ഡോക്യുമെൻറ്റ്. ആൻസർ ഓപ്ഷൻ ബി, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ആണ്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. അടുത്ത ക്വസ്റ്റ്യൻ, യു ക്യാൻ ചെക്ക് ദ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഓഫ് ദ എൻറ്റയർ ഡോക്യുമെൻറ്റ് ബൈ ക്ലിക്കിംഗ് ദ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ബട്ടൺ ഓൺ ദ ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി, റിവ്യൂ ആണ്. ഡാഷ് ഫീച്ചർ ഗീവ്സ് us പോസിബിൾ മീനിങ് സിനോണിംസ് ഫോർ സെലക്റ്റഡ് വേർഡ്സ് ഇൻ യുവർ ഡോക്യുമെൻറ്റ്. അതായത് നമ്മൾ ഡോക്യുമെൻറ്റിൽ സെലക്റ്റഡ് വേർഡ്സിന് പോസിബിൾ ആയിട്ടുള്ള മീനിങ്സ്, സിനോണിംസ്, ഇതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, തെസറസ് ആണ്. ഡാഷ് ടാബ് അലൗസ് യു ടു ചേഞ്ച് ദ വ്യൂ ഇൻ എനി വേ ഇൻക്ലൂഡിംഗ് ഡിസ്പ്ലേയിങ് എ റോളർ ആൻഡ് ഗ്രിഡ് ലൈൻ സോ ഓൺ. ആൻസർ ഓപ്ഷൻ എ ആണ്, വ്യൂ. In view dash you can see elements such as margins, page breaks, headers and footers, watermarks.
ആൻസർ ഓപ്ഷൻ സി ആണ് പ്രിന്റ് ലേഔട്ട്. ഇൻ ഡാഷ് വ്യൂ റിബൺ ഈസ് റീപ്ലേസ്ഡ് ബൈ വൺ ടൂൾ ബാർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്ക്രീൻ വിത്ത് ബട്ടൺസ്. ഏത് വ്യൂവിലാണ് ഈ ടൂൾ ബാർ, അതായത് റിബണ് ടൂൾ ബാർ ആയിട്ട് സ്ക്രീനിൻ്റെ ടോപ്പിൽ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഫുൾ സ്ക്രീൻ റീഡിംഗ് ആണ്. ഫുൾ സ്ക്രീൻ റീഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഡാഷ് വ്യൂ യു ക്യാൻ സീ ബാക്ക്ഗ്രൗണ്ട്സ്, അതർ ഷേപ്സ്, ഹൗ റാപ്സ് ടു ഫിറ്റ് ദ വിൻഡോ ആൻഡ് ഹൗ ഗ്രാഫിക്സ് ആർ പൊസിഷൻഡ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വെബ് ലേഔട്ട് ആണ്. വെബ് ലേഔട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.